കഥയെ ആരംഭിക്കുന്നത് ഡിലൻ എന്നും ഫ്രാങ്ക് എന്നും പേരുള്ള രണ്ട് പോലീസ് ഓഫീസേഴ്സിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവരെന്ന് ഒരു വീട്ടിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഒറ്റപ്പെട്ട ആ വീട്ടിൽ എന്തോ തെരഞ്ഞിട്ടാണ് അവർ എത്തിയിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമാണ്. സമയം സന്ധ്യയായിരുന്നു. തോക്കെടുത്ത് അവർ ബിൽഡിങ്ങിന്റെ സമീപം ചുറ്റിയെത്തിയപ്പോൾ അകത്തുനിന്നും ഒരു സ്ത്രീയുടെ കരച്ചിലവർ കേട്ടു. തങ്ങളുടെ ടോർച്ചെടുത്ത് അകത്തേക്ക് കയറി ചെന്ന് അവർ കണ്ടത് ഒരു സ്ത്രീ തറയിൽ വീണുകിടക്കുന്നതായിരുന്നു. പിന്നാലെ അവർ ആ ബിൽഡിംഗ് അരിച്ചു പിറക്കാൻ ആരംഭിച്ചു. ഇതിനിടയിലാണ് മാസ്ക് വെച്ചൊരു വ്യക്തി ഓഫീസർ ഡിലനുമേൽ ചാടി വീണ് ആക്രമണം നടത്തുന്നത്. അവർ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ സംഭവിച്ചു. ഒടുവിൽ ഡിലൻ തന്നെ ആക്രമിക്കാൻ വന്ന മാസ്ക് വെച്ചവനെ അടിച്ച് പദം വരുത്തി താഴെ വീഴ്ത്തുകയായിരുന്നു. ഇതേസമയം ഡിലനൊപ്പം എത്തിയ ഫ്രാങ്ക് അവശതയിൽ അതേ ഫ്ലോറിലുണ്ടായിരുന്നു. അത് കണ്ടതും ഡിലനുടൻ ബാക്കപ്പിന് വിളിച്ചു. അപ്പോഴേക്കും വീണുകിടന്നിരുന്ന മാസ്ക് വെച്ച വ്യക്തി എഴുന്നേറ്റ് ഡിലനെ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു. ഫ്രാങ്കിന് ഇനിയും അത് നോക്കി നിൽക്കാൻ പറ്റുമായിരുന്നില്ല. ഫ്രാങ്ക് തോക്കെടുത്ത് അങ്ങോട്ടേക്ക് വന്ന മാസ്ക് വെച്ച വ്യക്തിയെ വെടിവെച്ചു കൊന്നു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് അയാൾ ഞെട്ടിയുണരുകയാണ്. സംഭവം എന്തെന്നാൽ ഡിലൻ അത്ര നേരം സ്വപ്നം കണ്ടതായിരുന്നു. ഡിലനും ഭാര്യ ബ്രണ്ണറും കൂടി ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഹോൺ മുഴക്കി ഒരാൾ അവരുടെ വണ്ടിയുടെ പിന്നാലെ വന്നു. പിന്നാലെ പാരലായി ഓടിച്ചുകൊണ്ട് ബ്രണ്ണറെ മോശമായി സംസാരിച്ചു. ശേഷം അയാൾ വണ്ടിയെടുത്ത് മുമ്പോട്ട് ഓടിച്ചുപോയി. അങ്ങനെ യാത്രാമധ്യേ അവർ ഒരു റെസ്റ്റോറന്റിലെത്തുകയാണ്. അവിടെ റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം ഓർഡർ ചെയ്യാൻ തന്റെ ഭാര്യ ബ്രണ്ണറെ ഏൽപ്പിച്ച് ഡിലൻ അവിടുത്തെ റെസ്റ്റ് റൂമിലേക്ക് കയറി. അകത്ത് കയറി ഡിലൻ തന്റെ ബനിയനൂരി. അപ്പോഴാണ് വ്യക്തമാകുന്നത് ഡിലൻ യാഥാർത്ഥ്യത്തിൽ കാറിലിരുന്നപ്പോ കണ്ടത് ഒരു സ്വപ്നമായിരുന്നില്ല. ഡിലന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നടന്ന ഒരു ഇൻസിഡന്റ് തന്നെയായിരുന്നു. അതിലേറ്റ പരിക്ക് ഡിലന്റെ ശരീരത്തിൽ ഇപ്പോഴുമുണ്ട്. ഇതേസമയം റെസ്റ്റോറന്റിലിരിക്കുകയായിരുന്ന ബ്രണ്ണറുടെ അടുത്തേക്ക് മുമ്പ് വഴിയിൽ വെച്ച് ബ്രണ്ണറോട് മോശമായി സംസാരിച്ച് അതേ വ്യക്തി കടന്നു വന്നു. ബുച്ച് എന്നായിരുന്നു അവന്റെ പേര്. ആള് അല്പം നരമ്പനും പ്രശ്നക്കാരനുമാണ്. ബ്രണ്ണറോട് അവിടെ വെച്ചും ഒരു പ്രശ്നമുണ്ടാക്കാനും മോശമായി സംസാരിക്കാനും ഒക്കെ ബുച്ച് ശ്രമിച്ചുകൊണ്ടിരുന്നു. ബുച്ച് ബ്രണ്ണറോട് മോശമായി സംസാരിക്കുകയാണ് ഡിലൻ കടന്നു വരുന്നത്. ഡിലൻ ബുച്ചിനോട് എതിരിട്ടു. അവർ തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടായി. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുമ്പേ റെസ്റ്റോറന്റ് ഉടമയും അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമായ അല്പം പ്രായമുള്ള ഒരു സ്ത്രീ കടന്നു വന്നു. അവർ ബുച്ചിനെ അവിടെ നിന്ന് പറഞ്ഞുവിട്ടു. പ്രശ്നങ്ങൾ ഒതുക്കി തീർത്തു. ആ സ്ത്രീ പിന്നാലെ ബ്രണ്ണനോടും ഡിലനോടുമായി സംസാരിച്ചു. നിങ്ങളെപ്പോലെ നല്ല കപ്പിൾസിനെയൊന്നും ഈ നാട്ടിലധികം കാണാറില്ല. ഇവിടുത്തെ ആൾക്കാരൊന്നും അത്ര ശരിയല്ല. അവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഡിലൻ ആ സ്ത്രീയോടുള്ള തങ്ങളുടെ നന്ദി അറിയിച്ചു. ആ സ്ത്രീ അപ്പോൾ ഡിലൻ വിളിച്ച പേര് അല്ലെങ്കിൽ ബഹുമാനം കൊടുക്കുന്ന രീതി ഇഷ്ടപ്പെടാതെ തന്നെ മാമ എന്ന് വിളിച്ചാൽ മതി, എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത് എന്ന് ഡിലനോടായി പറഞ്ഞു. പിന്നാലെ ബുച്ച് ചെയ്ത തെറ്റിന് അന്നവർ അവിടെ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ബില്ല് ബുച്ചിൽ നിന്ന് താൻ ഈടാക്കിക്കോളാം എന്നും മാമ അറിയിച്ചു. ഡിലൻ അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ മാമ നിർബന്ധിച്ചപ്പോ ഡിലൻ അതിന് തയ്യാറായി. പിന്നാലെ അവർ അവിടെ നിന്നിറങ്ങി കുറച്ചു ദൂരം മുമ്പോട്ട് യാത്ര ചെയ്തു. ഒരു കാടിന്റെ ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. അന്നവിടെ ക്യാമ്പ് ചെയ്യാൻ അവർ തീരുമാനിച്ചിരുന്നു. അവരങ്ങനെ ക്യാമ്പിങ്ങിനുള്ള ശ്രമവും മറ്റും ആരംഭിച്ചു. അപ്പോഴാണ് അതുവഴി അവിടുത്തെ ഒരു പോലീസ് ഓഫീസർ വണ്ടിയിൽ വന്നത്. ആ ലേഡി അവരുടെ അടുത്തെത്തി സംസാരിച്ചു. ഈ സ്ഥലം അത്ര നല്ലതല്ല. നിങ്ങളിവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് സൂക്ഷിച്ചേക്കണം. ഇവിടുത്തെ ആളുകൾ കുറച്ച് പ്രശ്നക്കാരാണ്. അത് പറഞ്ഞ ശേഷം അവർ തിരികെ പോയി. തങ്ങൾക്ക് വാണിംഗ് തന്നതിന് ബ്രണ്ണനും ഡിലനും അവരോട് നന്ദി അറിയിക്കുകയും ചെയ്തു. എന്തായാലും കുറച്ചു കഴിഞ്ഞ് കാടിനകത്തേക്കൊരു ഹൈക്കിങ്ങിന് പോയാലോ എന്നൊരു സംസാരം അവർക്കിടയിലേക്ക് വന്നു. ഇരുവരും കാടിനകത്തേക്ക് ഹൈക്ക് ചെയ്യാൻ തുടങ്ങി. കുറച്ചധിക ദൂരം പിന്നിട്ടതും ഇടത്തേക്ക് പോകണോ വലത്തേക്ക് പോകണോ എന്ന് ഡിലൻ ബ്രണ്ണനോട് ചോദിച്ചു. ഇടത്തേക്ക് പോകാം എന്നായിരുന്നു ബ്രണ്ണന്റെ മറുപടി. അങ്ങനെ അവർ ഇടത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ മഴ പെയ്യാൻ ആരംഭിച്ചു. ഉടനടി അവിടെ കണ്ട ഒരു ക്യാബിനിലേക്ക് അവർ ഓടിക്കയറുകയാണ്. പിന്നീട് ആ ക്യാബിൻ ചുറ്റി നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ ഒരു രഹസ്യവാതിൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്ന് അവർ ഞെട്ടിപ്പോയി. അതിനകത്ത് പലതരത്തിലുള്ള ആയുധങ്ങളും ഇരിക്കുന്നു. ബ്രണ്ണനായിരുന്നു ആദ്യം അത് കണ്ടത്. അത് കണ്ട് ഞെട്ടിയ ബ്രണ്ണൻ ഡിലനെയും കൂടി വിളിച്ചു. ഡിലനും അങ്ങോട്ടേക്ക് വന്നു. ആ കാഴ്ച കണ്ട് ഡിലനും ഭയന്നിരുന്നു. ഉടനടി നമുക്ക് അവിടെ നിന്ന് പോകാം എന്ന് ഡിലൻ ബ്രണ്ണനോട് പറഞ്ഞ് തിരിഞ്ഞപ്പോഴേക്കും പിന്നിൽ ബുച്ച് വന്നെത്തിയിരുന്നു. ബുച്ച് ഒരു തോക്കിന്റെ പാത്തി കൊണ്ട് ഡിലനെ ആക്രമിച്ചു വീഴ്ത്തി. പിന്നെ പറയണ്ടല്ലോ, ബുച്ചും ബുച്ചിന്റെ ആളുകളും ചേർന്ന് ഡിലനെയും ബ്രണ്ണനെയും ബന്ദികളാക്കി. ഡിലനെ നല്ല രീതിയിൽ അവർ ഉപദ്രവിച്ചിരുന്നു. ബ്രണ്ണന്റെ മുമ്പിൽ വെച്ചായിരുന്നു ഡിലനെ ഉപദ്രവിച്ചത്. ബ്രണ്ണനെ മാനസികമായി തകർക്കുക എന്ന ഉദ്ദേശവും അതിലൂടെ അവർ നടത്തുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം പിന്നിട്ടപ്പോ ബുച്ചിന്റെ ഒരാൾ അങ്ങോട്ടേക്ക് വന്നു. വീണുകിടന്ന ഡിലന്റെ പേഴ്സ് കൊണ്ടുവന്ന് ബുച്ചിന് കൊടുത്തു. ബുച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഡിലൻ ഒരു പോലീസ് ഓഫീസറാണ് എന്ന കാര്യം അയാൾ ബുച്ചിനെ അറിയിച്ചു. ബുച്ച് പിന്നാലെ അകത്തേക്ക് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു പോലീസ് ഓഫീസറാണ് എന്ന കാര്യം എനിക്ക് അറിവുണ്ടായിരുന്നില്ല. നിങ്ങളോട് ചെയ്തതിനൊക്കെ സോറി. അത് പറഞ്ഞതിന് പിന്നാലെ ബുച്ച് തോക്കെടുക്കുകയും ഡിലനെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു.
ബ്രണ്ണന് നേരെയും അയാൾ വെടിയുതിർത്തു. ഒടുവിൽ രണ്ടുപേരെയും കൊണ്ടുപോയി അടക്കം ചെയ്തേക്ക് എന്ന് ബുച്ച് സബോർഡിനേറ്റ്സിന് ഉത്തരവ് കൊടുത്ത് അവിടെ നിന്ന് മാറി. സബോർഡിനേറ്റ്സ് രണ്ടുപേരുടെയും ശരീരമെടുത്ത് പൊക്കിക്കൊണ്ടുപോയി അവിടെ ഒരു കുഴിയിലിട്ടു. ഡിലനും ബ്രണ്ണനും കുഴിയിൽ വീണുകിടക്കുകയായിരുന്നു. ഈ സമയം കഥയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ആ സമയമാണ് വ്യക്തമാകുന്നത് ബ്രണ്ണൻ യാഥാർത്ഥ്യത്തിൽ ഒരു പട്ടാള ഉദ്യോഗസ്ഥയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ വളരെ മികച്ചൊരു ബറ്റാലിയനിലെ ലെഫ്റ്റനന്റ്. സാധാരണ സ്ത്രീകളെ അപേക്ഷിച്ച് കരുത്തും മറ്റും ബ്രണ്ണനുണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും കൊല്ലപ്പെട്ടു എന്ന് കരുതി എല്ലാവരും കൊണ്ടുതള്ളിയ ബ്രണ്ണൻ മയക്കത്തിൽ നിന്ന് ഉണർന്നു വരികയാണ്. സംഭവം എന്തെന്നാൽ ബ്രണ്ണന്റെ ശരീരത്തിൽ ആഴത്തിൽ മുറിവേറ്റിരുന്നില്ല. ശരീരത്തിന്റെ ഒരു വശത്ത് തട്ടി ബുള്ളറ്റ് കടന്നുപോയപ്പോൾ അവിടെ ഉണ്ടായ മുറിവിൽ നിന്നും കൂടുതൽ രക്തം വരിക മാത്രമായിരുന്നു ചെയ്തത്. ബ്രണ്ണൻ കൊല്ലപ്പെട്ടിരുന്നില്ല. എഴുന്നേറ്റ് വന്ന ബ്രണ്ണൻ ഡിലനെ നോക്കി. തന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടത് കണ്ട് ബ്രണ്ണന് സഹിക്കാൻ സാധിച്ചില്ല. വേദനയോടെ ഒരു നിമിഷം അവൾ അലറിക്കരഞ്ഞു. പിന്നാലെ അവിടെ കിടന്ന ചില ചെറിയ ചെടികളുടെ കഷ്ണങ്ങൾ എടുത്ത് അത് വെച്ച് ഭർത്താവിന്റെ ശരീരം മറച്ച് മുമ്പ് തങ്ങൾ ക്യാമ്പ് ചെയ്തിരുന്ന ഏരിയയിലേക്ക് ബ്രണ്ണൻ തിരികെ നടന്നു. തന്റെ ഭർത്താവ് അങ്ങനെ മരണപ്പെടാൻ കാരണം താനാണ് എന്നൊരു കുറ്റബോധം ബ്രണ്ണന്റെ ഉള്ളിൽ ആളിക്കത്തുന്നുണ്ടായിരുന്നു. ഹൈക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ട് തിരിയണമെന്ന് ചോദിച്ചപ്പോ ലെഫ്റ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞത് താനാണല്ലോ. അങ്ങനെ കുറച്ചു നേരം കുറ്റബോധത്തിൽ തുടർന്നപ്പോൾ ഇതിനൊക്കെ പ്രതികാരം ചെയ്യണം എന്നൊരു തോന്നൽ അവൾക്കുണ്ടാവുകയാണ്. അതോടെ അവളുടെ മനസ്സിലെ തീയാളി കത്തി. അവിടെ മരത്തിൽ കുത്തിവെച്ചിരുന്ന ഒരു കോടാലിയുമെടുത്ത് നേരത്തെ അവർ പോയിരുന്ന ബിൽഡിംഗിലേക്ക് അവൾ നടക്കാൻ തുടങ്ങി. സമയം അപ്പോഴേക്കും പുലർന്നിരുന്നു. ഇതേ സമയം മറുവശത്ത് ബുച്ചും സംഘവും ഉണ്ടായിരുന്നത് മാമയുടെ വീട്ടിലായിരുന്നു. ആ സമയത്താണ് ബുച്ചും സംഘവും മാമയുടെ ആളുകളാണ് എന്ന കാര്യം വ്യക്തമാകുന്നത്. അവിടെ അവർക്ക് ഉപയോഗിക്കാനും മറ്റുമായി അവർ തട്ടിക്കൊണ്ടുവന്ന് നിർത്തിയിരുന്ന കുറെ സ്ത്രീകളെയും പെൺകുട്ടികളെയും കാണാമായിരുന്നു. അവരിൽ പലരെയും അവർക്ക് തോന്നിയ പോലെ അവർ ഉപയോഗിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുമുണ്ടായിരുന്നു. ബുച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ മാമ അങ്ങോട്ടേക്ക് വന്നു. ബുച്ചിനൊരു ജോലിയുണ്ട് എന്ന് പറഞ്ഞു. ബുച്ചും മാമയും ചേർന്ന് ആയുധ കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ആയുധങ്ങളായിരുന്നു ക്യാബിനിൽ നേരത്തെ ബ്രണ്ണനും ഡിലനും കണ്ടത്. ഇതേ സമയം മറുവശത്ത് ബ്രണ്ണനാകട്ടെ കാട്ടിലെ ഒരു കമ്പെടുത്ത് അതിന്റെ ഒരു വശം മൂർച്ച കൂട്ടി അതൊരു ആയുധമാക്കി മാറ്റി. ക്യാബിന്റെ അകത്തേക്ക് കടന്നു ചെന്ന് അവൾ അവിടെ ഇന്ധനമെടുക്കാമെന്നൊരു വ്യക്തിയെ കണ്ടതും അയാളെ അതുപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തി. മറ്റൊരാളെയും പിടിച്ച് നല്ല രീതിയിൽ ഉപദ്രവിച്ച് തൂക്കിക്കൊല്ലാനായി ബ്രണ്ണൻ ശ്രമിച്ചു. അവിടുള്ള കാര്യങ്ങളെപ്പറ്റി ബ്രണ്ണൻ കൂടുതൽ വിവരം ചോദിച്ചെങ്കിലും അയാളൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അയാളെയും ബ്രണ്ണൻ വകവരുത്തി കളഞ്ഞു. പിന്നാലെ മറ്റൊരാളെയും ബ്രണ്ണൻ കൊന്നു. ഒരാളുടെ കാലിന് ശക്തമായ പരിക്കേൽപ്പിച്ചു. കാലിന് പരിക്കേറ്റവൻ ബ്രണ്ണന്റെ അടുത്ത് നിന്ന് ഒരു തരത്തിൽ രക്ഷപ്പെട്ടു പോയിരുന്നു. പിന്നാലെ ബ്രണ്ണൻ വീണ്ടും ബുച്ചിന്റെ ക്യാബിനിലേക്ക് ചെന്നു. അതിന് തീയിട്ടു. വളരെ വലിയൊരു സ്ഫോടന ശബ്ദത്തോടെയായിരുന്നു ക്യാബിൻ പൊട്ടിത്തെറിച്ചത്. ഇതേ സമയം അതേ കാട്ടിൽ വേട്ടയ്ക്കായി ചിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ ഷെരീഫ് ഹോബ്സ് ആയിരുന്നു. അവരൊരു മാനിനെ വെടിവെച്ചു കൊല്ലാൻ നിൽക്കുകയാണ്. സ്ഫോടന ശബ്ദം കേട്ട് മാൻ ഓടുന്നത്. അവരും ആ സ്ഫോടന ശബ്ദം ശ്രദ്ധിച്ചു. ഇതേ സമയം മാമയുടെ അടുത്തുള്ള ബുച്ചും സംഘവും സ്ഫോടന ശബ്ദം കേട്ടിരുന്നു. എന്താണെന്ന് പോയി നോക്കാൻ ബുച്ചിന് മാമ നിർദ്ദേശം കൊടുത്തു. ബുച്ചും തന്റെ ക്യാബിനുള്ള ഭാഗത്തേക്ക് പുറപ്പെടുകയാണ്. പോകുന്ന വഴിയിൽ ബ്രണ്ണനാൽ ആക്രമിക്കപ്പെട്ട തന്റെ സംഘാംഗത്തെ ബുച്ചു കണ്ടു. ബുച്ചിന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. ബുച്ച് പിന്നാലെ തന്റെ ട്രക്ക് എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയമാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ബുച്ച് കാണാതെ ട്രക്കിൽ കയറിയിരുന്ന ബ്രണ്ണൻ അതിൽ മറിഞ്ഞിരിപ്പുണ്ടായിരുന്നു. തിരികെ മാമയുടെ അടുത്തേക്ക് എത്തിയ ബുച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു. തങ്ങളുടെ കുറച്ചാളുകൾ കൊല്ലപ്പെട്ട കാര്യവും അവരെ കൊന്നത് ബ്രണ്ണനാണ് എന്ന കാര്യവുമൊക്കെ ബുച്ച് പറഞ്ഞു. ഒക്കെ കേട്ട് മാമയ്ക്ക് ദേഷ്യം ആളിക്കത്തിയിരുന്നു. ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ബുച്ചിന്റെ അമിതാവേശമാണ് എന്ന് പറഞ്ഞ മാമ ബുച്ചിനെ മർദ്ദിച്ചു. പിന്നാലെ ഇതൊക്കെ ചെയ്തത് ആരാണെങ്കിലും അവരെ കണ്ടെത്തി കൊന്നുതള്ളാൻ മാമ ബുച്ചിന് ഉത്തരവിട്ടു. ബുച്ചും സംഘവും അതോടെ കാട്ടിലേക്ക് പോവുകയാണ്. മറുവശത്ത് മാമയാകട്ടെ തന്റെ കമ്പ്യൂട്ടർ എക്സ്പേർട്ടിനടുത്ത് ബ്രണ്ണനെ പറ്റി നോക്കാൻ പറയുകയായിരുന്നു. മാമയ്ക്ക് കുറേയധികം ആയുധ കച്ചവടവും പെൺകുട്ടികളെ വെച്ച് ചെയ്യുന്ന ബിസിനസ്സും ഒക്കെ ഉണ്ടായിരുന്നു. കന്നഡക്കാരൻ ബ്രണ്ണന്റെ പ്രൊഫൈല് നോക്കി. അത് കണ്ടതും അവർ അക്ഷരാർത്ഥത്തിലൊന്ന് ഞെട്ടിപ്പോയി. ബ്രണ്ണൻ ഒരു ആർമി ഓഫീസർ ആയിരിക്കും എന്ന കാര്യം അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതേ സമയം കാടിനകത്തുണ്ടായിരുന്ന ഷെരീഫ് ബുച്ചിന്റെ ആളിന്റെ ഒരു മൃതദേഹം കണ്ടെത്തി. ഉടനടി കൺട്രോൾ റൂമിലേക്ക് അയാൾ വിവരം കൈമാറി. ഇതേസമയം കാടിനകത്തേക്ക് എത്തിയിരുന്ന ബ്രണ്ണർ വീണ്ടും തന്നെ തിരഞ്ഞു വരുന്നവരെ കുടുക്കാനും ആക്രമിക്കാനും വേണ്ടി ട്രാപ്പുകൾ ഒരുക്കാനും മറ്റും ആരംഭിച്ചിരുന്നു. അധികം വൈകാതെ വിവരം കിട്ടിയ പോലീസ് ഉദ്യോഗസ്ഥർ ഹോപ്സ് പറഞ്ഞ ഇടത്തേക്കെത്തുകയാണ്. അവർ കിടക്കുന്ന ഡെഡ് ബോഡി പരിശോധിച്ചു. അത് മാമയുടെ ആളിന്റേതാണ് എന്ന കാര്യം അവർ വിലയിരുത്തി. ഇത് മാമയുടെ ആളാണെന്നും ഈ ഫോറസ്റ്റ് മുഴുവൻ മാമയുടെ കൺട്രോളിലുള്ള സ്ഥലമാണ്, ഇവിടെ നടക്കുന്നതൊക്കെയും മാമയുടെ ഓർഡേഴ്സിലാണ് നടക്കാറുള്ളത് എന്നങ്ങോട്ടേക്ക് വന്ന ഒരു ഓഫീസർ പറഞ്ഞു. ഉടൻ കൂട്ടത്തിൽ ഷെരീഫ്
പറയുന്നുണ്ട് മാമയെ നമുക്കൊന്ന് പോയി കാണണമെന്ന്. അവരെങ്ങനെ മാമയെ കാണാൻ പുറപ്പെട്ടു. അധികം വൈകാതെ ഷെരീഫ് ഹോപ്സും സംഘവും മാമയുടെ അടുത്തേക്ക് പുറപ്പെട്ട വിവരം പോലീസിലുള്ള മാമയുടെ ആൾ വഴി മാമ അറിയുകയാണ്. ഷെരീഫും സംഘവും മാമയുടെ അടുത്തെത്തി. ബുച്ചും സംഘവും അവിടെ ഉണ്ടായിരുന്നു. മാമയെ അവർ ചോദ്യം ചെയ്തു. പക്ഷെ മാമ ഒന്നും അറിയാത്ത പോലെ ഭാവിക്കുകയും പിന്നീട് ഏതൊക്കെയോ ആളുകൾ തന്റെ ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നും അവർ അറ്റാക്ക് ചെയ്യപ്പെടുകയാണ് എന്നുമൊക്കെ ഇരുവാദത്തിന്റെ രീതിയിൽ ഷെരീഫിനോടും മറ്റും സംസാരിച്ചു. മാമി പറയുന്നത് മുഴുവൻ കളവാണ് എന്ന് ഷെരീഫിന് അറിയാമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും മറ്റൊന്നും പറയാൻ സാധിക്കുമായിരുന്നില്ല. എന്തായാലും അന്ന് രാത്രി കൊല്ലപ്പെട്ട അവരുടെ കൂട്ടാളിയുടെ വിയോഗം അവർ ഒന്നിച്ചായിരുന്നു വിലപിച്ചു തീർത്തത്. കൂട്ടിന് മദ്യവുമുണ്ടായിരുന്നു. പലരും മദ്യപിച്ച് മതോന്മത്തരായി മയങ്ങി. കുറച്ചു സമയം കഴിഞ്ഞതും മദ്യപിച്ച് അവശതയിലായ ഹാങ് ഓവറിലുള്ള ബുച്ച് എഴുന്നേറ്റ് വീടിനകത്തേക്ക് കയറി ചെല്ലാൻ പോവുകയാണ്. പക്ഷേ ബുച്ചിന്റെ ക്യാബിനകത്ത് അന്ന് ബ്രണ്ണർ മറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ബ്രണ്ണർ ബുച്ചിനെ ആക്രമിച്ചു. ശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. ഒടുവിൽ ബുച്ചിന്റെ കഴുത്തറുത്ത് ബ്രണ്ണർ അയാളെ കൊലപ്പെടുത്തി. തന്റെ ഭർത്താവിനെ കൊന്നതിനുള്ള പ്രതികാരം അവൾ പൂർത്തിയാക്കി. പിറ്റേന്ന് പുലർച്ചെയും ബ്രണ്ണർ അവിടെ മറഞ്ഞിരിക്കുകയായിരുന്നു. ആ സമയം മാമയുടെ ആളുകൾ പെൺകുട്ടികളെ വലിച്ചഴിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകുന്നതും മറ്റും ബ്രണ്ണർ നോക്കി കണ്ടു. ബ്രണ്ണർ എഴുന്നേറ്റ് ചെന്ന് നോക്കി. അവിടെ അതിനകത്തുണ്ടായത് ഒറ്റ പെൺകുട്ടി മാത്രമല്ലെന്നും മറ്റു പല പെൺകുട്ടികളെയും അവർ തട്ടിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നും ബ്രണ്ണർ മനസ്സിലാക്കി. അവരെ രക്ഷപ്പെടുത്താൻ ബ്രണ്ണർ തീരുമാനിച്ചിരുന്നു. അകത്തേക്ക് കടന്നു ചെന്ന ബ്രണ്ണർ ആ സ്ത്രീകളെ മോചിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷെ അവർ പുറത്തേക്കിറങ്ങാൻ പോലും ഭയന്നിരുന്നു. കുറച്ചുപേർ ബ്രണ്ണറെ വിശ്വസിച്ച് പുറത്തു വന്നു. പക്ഷേ പുറത്തെത്തിയതും ഭയന്ന ഒരു പെൺകുട്ടി അലറി വിളിച്ചിരുന്നു. അത് മാമയുടെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി. അവർ അങ്ങോട്ടേക്ക് വന്ന് രക്ഷപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്കെതിരെ വെടിയുതിർക്കാൻ ആരംഭിച്ചു. രക്ഷപ്പെട്ടു പോയ സ്ത്രീകളിൽ ഒരു സ്ത്രീക്ക് വെടിയേറ്റ് വീണു. ബ്രണ്ണർ ഉടനടി പ്രവർത്തിച്ച് അയാളെ വകവരുത്തി. പിന്നാലെ തന്റെ കൂടെ രക്ഷപ്പെടാനിറങ്ങി വന്ന ആ ഒരു പെൺകുട്ടിയെയും കൊണ്ട് കാടിനകത്തേക്കോടി. എമിലി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ഇതേസമയം മറുവശത്ത് ബുച്ചിന്റെ മരണത്തെപ്പറ്റിയും പെൺകുട്ടികൾ രക്ഷപ്പെട്ടതിനെ പറ്റിയും മാമ അറിയുകയാണ്. മാമയ്ക്ക് ദേഷ്യം ആളിക്കത്തി. എത്രയും വേഗം രക്ഷപ്പെട്ട പെൺകുട്ടികളെ കണ്ടെത്തി തിരികെ കൊണ്ടുവരാനും ബ്രണ്ണറെ വകവരുത്താനും മാമ ഉത്തരവിട്ടു. ഇതേസമയം കാടിനകത്തുണ്ടായ ബ്രണ്ണറിനും മറ്റും അടുത്തേക്ക് മാമയുടെ ഒരാൾ എത്തിച്ചേർന്നിരുന്നു. പക്ഷേ ബ്രണ്ണർ ഒരുക്കിയ കെണിയിൽപ്പെട്ട് അയാൾ കൊല്ലപ്പെട്ടു. പിന്നാലെ മാമയുടെ ഒരാൾ എത്തിയെങ്കിലും ബ്രണ്ണർ അയാളെ വെടിവെച്ചു കൊന്നു. അന്ന് രാത്രിയിൽ ബ്രണ്ണറും എമിലിയും കാടിനകത്ത് സമയം ചെലവഴിച്ചു. ബ്രണ്ണർ അവരിരുവർക്കും വേണ്ടി ഒരു മീൻ പിടിച്ച് അതിന് ചുട്ടു. അന്ന് എമിലിയോട് ബ്രണ്ണർ ഒരുപാട് സംസാരിച്ചു. ആ സമയം എമിലി പറഞ്ഞു താൻ ഗർഭിണിയാണ്. ബുച്ചിന്റെ കൊച്ചാണ് തന്റെ വയറ്റിലുള്ളത്. മരണത്തെയോർത്ത് എനിക്ക് ഭയമാണ്. മാമ നമ്മളെ കണ്ടെത്തും. മാമ തങ്ങളെ പിടികൂടിയാൽ നമ്മളെ എന്തു ചെയ്യും എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എമിലി ഭയത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. ബ്രണ്ണർ എമിലിയെ ആശ്വസിപ്പിച്ചു. ഒന്നുകൊണ്ട് നീ പേടിക്കണ്ടെന്നും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും എന്നും ബ്രണ്ണർ അവളോടായി പറഞ്ഞു. ഇതേസമയം മറുവശത്ത് നായകളുമായി മാമയുടെ ആളായ ഹങ്കും മറ്റും ഇറങ്ങിയിരുന്നു. അവർ കാടിനുള്ളിൽ ബ്രണ്ണറെയും എമിലിയെയും തിരയാൻ തുടങ്ങി. പിറ്റേന്ന് പുലർച്ചെ അവർ എമിലിയെ പിടികൂടുകയാണ്. പക്ഷേ മറഞ്ഞിരുന്ന ബ്രണ്ണർ അങ്ങോട്ടേക്ക് കടന്നുവന്ന് അവർക്കെതിരെ ആക്രമണം നടത്തി. അവരെ കൊലപ്പെടുത്തി എമിലിയെ രക്ഷപ്പെടുത്തി. ഈ സമയം അങ്ങോട്ടേക്ക് ഷെരീഫ് ഹോപ്സും എത്തിച്ചേർന്നിരുന്നു. ഹോപ്സ് ബ്രണ്ണർക്ക് നേരെ തോക്ക് ചൂണ്ടി. ദൂരെ നിന്നും മാമയുടെയാൾ ഹോപ്സിന്റെ കാലിലേക്ക് ഈ സമയം വെടിയുതിർക്കുകയാണ്. ഹോപ്സ് താഴെ വീഴുന്ന കണ്ടതും ബ്രണ്ണർ തിരിഞ്ഞ് മാമയുടെയാളെ വെടിവെച്ചു കൊന്നു. പിന്നാലെ ഹോപ്സിനെ താങ്ങിയെടുത്ത് എമിലിയും ബ്രണ്ണറും കൂടി സുരക്ഷിത സ്ഥാനത്തേക്ക് പോന്നു. ഒരിടത്ത് സുരക്ഷിതമായി ഹോപ്സിനെ ഇരുത്തിയതും ബ്രണ്ണർ ഹോപ്സിനോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. പിന്നാലെ അറിയിച്ചു നമ്മൾ അവരെ ഡിസ്ട്രാക്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഒരിടം കേന്ദ്രീകരിച്ച് അവർ വരും. അവരെ എതിരിടാൻ അതോടെ പ്രയാസമാകും. അതോടെ ഹോപ്സിനെ ഒരിടത്തിരുത്തി ബ്രണ്ണറും എമിലിയും മറ്റൊരിടത്തേക്ക് പോവാൻ ആരംഭിച്ചു. പോകുന്ന വഴിയിൽ ഒരിടത്ത് വെച്ച് ഒരു ലേഡി ഓഫീസർ അവരുടെ അടുത്തേക്ക് എത്തുകയാണ്. മുമ്പ് ബ്രണ്ണറും ഡിലനും താമസിക്കാൻ പോയപ്പോൾ അവിടെ അപകടമാണ് എന്ന് വാൺ ചെയ്ത ഓഫീസറായിരുന്നു അത്. ഓഫീസറെ കണ്ടതും ആശ്വാസമായ ബ്രണ്ണർ അവളോട് ഹെൽപ്പ് ചോദിച്ചു. അവളുടെ കാറിൽ കയറി അവിടെ നിന്ന് പോവാൻ ആരംഭിച്ചു. കാറിൽ കയറിയതും ഇരുവർക്കും ആശ്വാസം തോന്നിയിരുന്നു. അത്ര നേരത്തെ ആക്രമണവും ഉറക്കമില്ലായ്മയും ഒക്കെ കൊണ്ട് ബ്രണ്ണർക്ക് ക്ഷീണമുണ്ടായിരുന്നു. ബ്രണ്ണറും എമിലിയും ഒന്ന് മയങ്ങിപ്പോയി. പക്ഷേ കണ്ണു തുറക്കുമ്പോൾ ആ കാഴ്ച കണ്ടവർ ഞെട്ടിയിരുന്നു. അവർക്ക് ചുറ്റിലും മാമയും ആളുകളും ഉണ്ടായിരുന്നു. സംഭവം എന്തെന്നാൽ അവരെ അവിടെ നിന്ന് കൊണ്ടുപോയ ആ ഓഫീസർ മാമയുടെ
ഒരാളായിരുന്നു. അവർ ബ്രണ്ണറെ ഉപദ്രവിക്കാൻ ആരംഭിച്ചു. എമിലി മാമയ്ക്ക് മുമ്പിൽ നമ്പർ ഇറക്കി. താൻ ബുച്ചിന്റെ കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുകയാണെന്നും തനിക്ക് രക്ഷപ്പെടാൻ ഒരു മനസ്സും ഉണ്ടായിരുന്നില്ല എന്നുമൊക്കെ എമിലി പറഞ്ഞു. എമിലി ഗർഭിണിയാണ് എന്ന കാര്യം മനസ്സിലാക്കിയ മാമ അവളെ അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. പിന്നാലെ ബ്രണ്ണറെ പിടികൂടി കെട്ടിയിട്ട് ഉപദ്രവിക്കാൻ ആരംഭിക്കുകയായിരുന്നു. അങ്ങനെ ഉപദ്രവത്തിന്റെ കുറേയധികം സമയം കടന്നുപോയി. കുറച്ചു സമയം പിന്നിട്ടപ്പോൾ ബ്രണ്ണർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞതിനെ തുടർന്ന് അങ്ങോട്ടേക്ക് എമിലി കടന്നു വന്നു. മുറിയിലേക്ക് കടന്നെത്തിയ എമിലി ബ്രണ്ണർക്ക് നിർത്തിയിരുന്ന ഗാർഡിനെ കൊലപ്പെടുത്തിയ ശേഷം ബ്രണ്ണറെ കെട്ടഴിച്ച് രക്ഷപ്പെടുത്തി. ബ്രണ്ണർ പിന്നാലെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. പിന്നെ പറയണ്ടല്ലോ, മാമയുടെ ആളുകളുമായി ബ്രണ്ണറിന്റെ ഏറ്റുമുട്ടൽ ആരംഭിക്കുകയായിരുന്നു. ശക്തമായൊരു പോരാട്ടം തന്നെയായിരുന്നു നടന്നത്. ഓരോരുത്തരെയായി ബ്രണ്ണർ വകവരുത്തിക്കൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ എമിലിയുടെ കഴുത്തിൽ കത്തിവെച്ച് മാമ മുമ്പോട്ടേക്ക് വന്നു. ബ്രണ്ണറോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. ബ്രണ്ണർ മാമയ്ക്കെതിരെ തോക്ക് ചൂണ്ടി നിൽക്കുകയായിരുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ ബ്രണ്ണർ അങ്ങനെ നിന്ന നിമിഷത്തിൽ പിന്നിൽ നിന്നും ഒരാൾ ബ്രണ്ണറെ ആക്രമിച്ചു. മാമ ഒട്ടും മടിച്ചില്ല. ഈ അവസരം മുതലെടുത്ത് എമിലിയുടെ കഴുത്തറുത്തു. തന്റെ മുമ്പിൽ എമിലി കൊല്ലപ്പെട്ടു വീഴുന്നത് കണ്ടതും ബ്രണ്ണർ തിരിഞ്ഞ് തന്നെ ആക്രമിച്ചവനെ വെടിവെച്ചു കൊന്നു. അതിനോടകം മാമ കടന്നു കളഞ്ഞു. ബ്രണ്ണർ എമിലിക്ക് അടുത്തു ചെന്നു. എമിലി മരണപ്പെട്ട് കിടക്കുന്നു. ബ്രണ്ണർക്ക് സഹിക്കാൻ സാധിച്ചില്ല. പിന്നീട് ബ്രണ്ണറും അവിടെ നിന്ന് പോന്നു. 3 മാസക്കാലത്തിനു ശേഷം മാമ ഒരു ദിവസം താൻ താമസിക്കുന്ന ഇടത്ത് പുറത്ത് സുഖസുന്ദരമായി ഇരിക്കുകയായിരുന്നു. ആ സമയം അവരുടെ സ്മാർട്ട് വാച്ചിൽ ഒരു മെസ്സേജ് വന്നു. ഇന്ന് നിന്റെ ജഡ്ജ്മെന്റ് ഡേ ആണ് എന്നായിരുന്നു ആ മെസ്സേജ്. ഒട്ടും വൈകിയില്ല. മാമയുടെ ശരീരത്തിലേക്ക് ഒരു ബുള്ളറ്റ് തുളച്ചു കയറി. ദൂരെ കാടിനുള്ളിൽ നിന്നും മറിഞ്ഞിരുന്ന ആ വെടിയുതിർത്തത് ബ്രണ്ണറായിരുന്നു. മാമയെയും കൊന്നതോടെ തന്റെ പ്രതികാരം പൂർണ്ണമായതായി ബ്രണ്ണർ മനസ്സിലാക്കി. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.